ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ ഫസ്റ്റ് ടൈം ഇവാലുവേഷൻ 2024-25 വർഷത്തെ സോഷ്യൽ സയൻസിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിൽ എക്സാം എഴുതാനുള്ള സമയം 2 മണിക്കൂർ 30 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണിത്. ഇവിടെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതുപോലെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ 1ഉം 2ഉം ക്വസ്റ്റ്യൻ പേപ്പർ വേറെയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും പോയിട്ട് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടുന്നതാണ്. ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി, ദ ക്ലോത്തിങ് വി യൂസ് ഹാസ് എ ലോങ് ഹിസ്റ്ററി. എന്താണ്, ആ ഡ്രസ്സൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയത് അതിന് ഒരുപാട് കാലത്തെ ഒരു ഹിസ്റ്ററി ഉണ്ട് അല്ലേ, നമ്മൾ പഠിച്ചിട്ടുള്ള ഹിസ്റ്ററിയാണ്. ഹൗ ഡസ് ക്ലോത്തിങ് ബിക്കം യൂസ്ഫുൾ ടു അസ്? എങ്ങനെയാണ് ക്ലോത്തൊക്കെ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് മാറുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പറയാം, എന്തിനൊക്കെയാണ് നമ്മൾ ക്ലോത്ത് ഉപയോഗിക്കുന്നത്, എന്തിനൊക്കെയായിരുന്നു? പ്രൊട്ടക്ഷൻ ഫ്രം കോൾഡിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, പ്രൊട്ടക്ഷൻ ഫ്രം ദ ഡസ്റ്റിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടാൻ, പ്രൊട്ടക്ഷൻ ഫ്രം ദ ഇൻസെക്ട്സ്, ഈ പ്രാണികളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ, മെയിൻറ്റെയിൻ ബോഡി ടെമ്പറേച്ചർ, നമ്മുടെ ബോഡി ടെമ്പറേച്ചറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 3 പോയിന്റ് നിങ്ങൾ എഴുതിയാൽ മതി. ഇനി ഇതിലെ ബി ചോദ്യം, ഹൗ ഡിഡ് ദ ഇൻവെൻഷൻ ഓഫ് സിന്തറ്റിക് ഫൈബർ എഫക്റ്റഡ് ദ മാനുഫാക്ചർ ഓഫ് ക്ലോത്തിങ്? നമ്മുടെ സിന്തറ്റിക് ഫൈബർ കണ്ടുപിടിച്ചതോട് കൂടിയിട്ട് മാനുഫാക്ചറിങ് ക്ലോത്തിൽ എന്തൊക്കെ എഫക്റ്റാണ് ഉണ്ടായത്, അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത് എന്നാണ് ചോദ്യം. എന്തൊക്കെയായിരുന്നു? സിന്തറ്റിക് ഫൈബേഴ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം കെമിക്കൽ സച്ച് ആസ് പെട്രോളിയത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള സിന്തറ്റിക് ഫൈബേഴ്സ് ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചത്. ഇറ്റ് ഈസ് വെരി ലെസ് എക്സ്പെൻസീവ് ടു പ്രൊഡ്യൂസ് ക്ലോത്ത്സ് ദാൻ നാച്ചുറൽ ഫൈബേഴ്സ്. നാച്ചുറൽ ഫൈബേഴ്സിനേക്കാളും എക്സ്പെൻസീവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഈ സിന്തറ്റിക് ഫൈബേഴ്സ് കൊണ്ട് ക്ലോത്ത്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇറ്റ് ഓൾസോ ഹാസ് ദ അഡ്വാൻറ്റേജസ് ഓഫ് നോട്ട് റിങ്കിങ് ക്വിക്ക്ലി. അതുപോലെ തന്നെ ഇതുകൊണ്ട് നമ്മൾ ഡ്രസ്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കീറുകയോ ചീത്തയാവുകയോ ഒന്നും ചെയ്യില്ല. സോ ആഫ്റ്റർ ദ ഇൻവെൻഷൻ ഓഫ് സിന്തറ്റിക് ഫൈബേഴ്സ് ഹെൽപ്പ് ടു ഇൻക്രീസ് ദ മാനുഫാക്ചർ ഓഫ് ക്ലോത്ത്. അപ്പോൾ ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു? ഈ സിന്തറ്റിക് ഫൈബർ കണ്ടുപിടിച്ചതോട് കൂടിയിട്ട് മാനുഫാക്ചർ ക്ലോത്തിൽ ഒരു വലിയ ഇൻക്രീസ് തന്നെ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് എഴുതേണ്ടത്. ഇനി ആക്ടിവിറ്റി നമ്പർ 2 നോക്കാം. വില്ലേജ് ആൻഡ് സിറ്റി ഹാവ് ദെയർ ഓൺ ക്യാരക്ടറിസ്റ്റിക്സ്. എന്താണ്, വില്ലേജിനും സിറ്റിക്കും അതിൻ്റേതായ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഉണ്ട് അല്ലേ, അതിൻ്റേതായ പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഹൗ ഡിഡ് പീലീസ് വില്ലേജ് സൈറ്റ്സ് എഫക്റ്റ് യു? പ്രിപ്പയർ എ നോട്ട്. പീലിയുടെ വില്ലേജ് എന്തൊക്കെ കാഴ്ചകളാണ്, എങ്ങനെയൊക്കെയാണ് നിങ്ങളെ എഫക്റ്റ് ചെയ്തത്, ഒരു നോട്ട് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ എഴുതാം? പീലീസ് വില്ലേജ് വെരി കാം ആൻഡ് ബ്യൂട്ടിഫുൾ. എന്താണ്, പീലിയുടെ വില്ലേജ് എന്ന് പറയുന്നത് വളരെ കാമായിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ദർ ആർ മെനി പോണ്ട്സ്, ചിൽഡ്രൻ ലേൺ ടു സ്വിം ഇൻ ദീസ് പോണ്ട്സ്. എന്താണ്, ഒരുപാട് പോണ്ട്, അതുപോലെ ഒരുപാട് കുളങ്ങൾ അവിടെയുണ്ട്, കുട്ടികളൊക്കെ അവിടെ നിന്നാണ് നീന്താനൊക്കെ പഠിക്കുന്നത്. ദർ ആർ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫെസ്റ്റിവൽസ്. അവിടെ എന്താണ്, ഒരുപാട് തരത്തിലുള്ള ഫെസ്റ്റിവൽസ് ഒക്കെ ഉണ്ട്. ദർ ആർ മെനി പാഡി ലീവ്സ്. എന്താണ്, ഒരുപാട് കൃഷി സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ദർ ആർ വീക്ക്ലി മാർക്കറ്റ്സ് ടു ബൈ ആൻഡ് സെൽ ദ ലോക്കലി പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ്. അവിടെ ലോക്കലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ വാങ്ങാനും വിൽക്കാനൊക്കെ വേണ്ടിയിട്ട് അവിടെ എന്താണ്, വീക്ക്ലി മാർക്കറ്റുകളൊക്കെ അവൈലബിൾ ആണ്. ദെൻ വി റിയലി എൻജോയ് ദ ബ്യൂട്ടി ആൻഡ് പീസ്ഫുൾനെസ് ഓഫ് ദ വില്ലേജ്. ഞങ്ങൾ ശരിക്കും ആ ഒരു ബ്യൂട്ടിയും അതിൻ്റെ പീസ്ഫുൾനെസ്സും ഒക്കെ, സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷമൊക്കെ നമ്മൾ എൻജോയ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലാണ് ഒരു നോട്ട് ഉണ്ടാക്കേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1-2 ക്വസ്റ്റ്യൻ പേപ്പർ ഇതേ സെയിം ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി ഇതിലെ ബി ചോദ്യം, വാട്ട് വേർ യുവർ തോട്ട്സ് ബിഫോർ സ്റ്റാർട്ടിങ് ദ ട്രിപ്പ് ടു പീലീസ് വില്ലേജ്? പീലീസ് വില്ലേജിലേക്ക് നിങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാളും മുന്നേ എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത് എന്നാണ് ചോദ്യം. എന്തൊക്കെ തോന്നിയിട്ടുണ്ടാവും? ഹൗ വിൽ ബി പീലീസ് വില്ലേജ്? അല്ല, എങ്ങനെയായിരിക്കും പീലിയുടെ വില്ലേജ്? വിൽ ഇറ്റ് ബി എ നൈസ് പ്ലേസ്? അത് വളരെ നൈസ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിരിക്കുമോ? ക്യാൻ ഐ ഗെറ്റ് വെറൈറ്റി ഓഫ് ഫുഡ് ദർ? എനിക്ക് വെറൈറ്റി ഫുഡൊക്കെ അവിടുന്ന് കിട്ടുമോ? അതുപോലെ ഐ ആം സോ എക്സൈറ്റഡ് ടു എക്സ്പ്ലോർ മൈ വെക്കേഷൻ ഇൻ ദിസ് വില്ലേജ്. ഈ വില്ലേജിൽ, പീലിയുടെ വില്ലേജിൽ എൻ്റെ വെക്കേഷൻ എക്സ്പ്ലോർ ചെയ്യാൻ ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ്. അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച കാര്യങ്ങളും ഇതൊക്കെ തന്നെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൽ ആക്ടിവിറ്റി നമ്പർ 3 നോക്കാം. However, with the spread of agriculture, humans started to domesticate other animals for food and other needs. എന്താണ്, അഗ്രികൾച്ചറിൻ്റെ സ്പ്രെഡ് വന്നതോടുകൂടിയിട്ട് മനുഷ്യന് അവിടെ താമസം തുടങ്ങുകയും അതുപോലെ തന്നെ എനിമൽസിനെ അവിടെ വളർത്താനും അതുപോലെ തന്നെ ഫുഡിനും മറ്റുള്ള ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് എനിമൽസിനെ വളർത്താനൊക്കെ തുടങ്ങി. ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് തന്നിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ബിഗിനിങ് ഓഫ് അഗ്രികൾച്ചർ. അഗ്രികൾച്ചറിൻ്റെ, കൃഷിയുടെ ബിഗിനിങ്ങിനെ കുറിച്ചിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അവിടെ എഴുതാൻ പറ്റും?
Early humans might have started thinking about agriculture when they noticed seeding sprouting from discarded food items. എന്താണ് ആദ്യകാലത്തെ മനുഷ്യന് എങ്ങനെയാണ് കൃഷി തുടങ്ങിയത്? അവർക്ക് ഈ ഒരു സീഡൊക്കെ നമ്മുടെ ഭക്ഷണം കഴിച്ച് അതിൽ നിന്നുള്ള അവശിഷ്ടങ്ങളിൽ നിന്നൊക്കെ സീഡൊക്കെ മുളച്ചു വരാൻ തുടങ്ങിയപ്പോഴാണ് അവർ അത്തരത്തിലുള്ള ഒരു ചിന്ത അവരിലേക്ക് വന്നത്. ഇഫ് ദ സീഡ് വേർ ലെഫ്റ്റ് ഓൺ ദ റോക്ക് ദേ വുഡ് ഡ്രൈ ഔട്ട്. എന്താണ് അവിടെ വല്ല പാറയിലോ മറ്റൊക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഇത് ഒന്നും ആവുന്നില്ല, ഡ്രൈ ആവുകയാണ് ചെയ്യുന്നത് എന്നവർക്ക് മനസ്സിലായി. ഇഫ് പുട്ട് ഇൻ വാട്ടർ ദേ വുഡ് ഗെറ്റ് റോട്ടൻ. ഹവർ ഹ്യൂമൻസ് ലേൺ ദാറ്റ് സീഡ്സ് ജെർമിനേറ്റ് ഇൻ മോയ്സ്റ്റ് ആൻഡ് വാം സോയിൽ. എന്താണ് ഇത് വെള്ളത്തിൽ കൊണ്ടിട്ടപ്പോഴാണ് ജെർമിനേറ്റ് ചെയ്യുന്നത് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. കാരണം എന്താണ്, പാറയുടെ മുകളിൽ കൊണ്ടിട്ടപ്പോൾ അത് ഡ്രൈ ഔട്ട് ആവുകയാണ്, അതൊന്നും സംഭവിച്ചില്ല. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് വെള്ളത്തിലും സോയിലൊക്കെ ഇടുമ്പോഴാണ് ഇത് ജെർമിനേഷൻ സംഭവിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലായി. ദ കൾട്ടിവേഷൻ ഓഫ് ക്രോപ്സ് സ്റ്റാർട്ടഡ്. അങ്ങനെയാണ് അവർ ഓരോ വിളകളും കൾട്ടിവേഷൻ തുടങ്ങിയത്. ദെൻ ദ എഡിബിൾ പ്ലാന്റ്സ് റൂട്ട്സ് ആൻഡ് സാപ്ലിങ്സ് വെർ സെലക്റ്റഡ്. അങ്ങനെ അവർ പ്ലാന്റ്സും അതിൻ്റെ റൂട്ട്സും സാപ്ലിങ്സും ഒക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി. പ്ലാന്റഡ് ആൻഡ് കൾട്ടിവേറ്റഡ് ഇൻ ഏർലി ഡേയ്സ്. അങ്ങനെ വളരെ അടുത്ത് പെട്ടെന്ന് തന്നെ അവർ എന്ത് ചെയ്തു, ഇതൊക്കെ എങ്ങനെ കൾട്ടിവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. കാരണം അവർക്ക് മനസ്സിലായി എങ്ങനെയാണ് ഇതെന്ന്. അങ്ങനെ അവർ ആ ഒരു കൾട്ടിവേഷനിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഹ്യൂമൻ സ്റ്റാർട്ടഡ് അഗ്രികൾച്ചർ മെയിൻലി ഓൺ റിവർ ബാങ്ക് ഓവർ ദ എസെൻഷ്യൽ വാട്ടർ ആൻഡ് ഫെർട്ടിലൈസ് ആർ അവൈലബിൾ. ഒരു അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തതൊക്കെ എവിടെയായിരുന്നു? റിവർ ബാങ്കിൽ അഥവാ പുഴയുടെ തീരത്തൊക്കെ ആയിരുന്നു. കാരണം വെള്ളം ആവശ്യമാണ്, അതുകൊണ്ട് തന്നെ അവർ അവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ തന്നെ ഫെർട്ടിലൈസ് ഉള്ള സോയിലും അവിടെയാണെന്ന് അവർക്ക് മനസ്സിലായി. ഫോളോയിങ് ദീസ് പീപ്പിൾ വാണ്ടഡ് ഇൻ സെർച്ച് ഓഫ് ഫുഡ് ബിഗൻ ടു സെറ്റിൽ നിയർ ദ ഫാം. അങ്ങനെ എന്ത് ചെയ്തു, ഇവർ പുഴയുടെ തീരത്ത് ഈ ഒരു കൃഷിയൊക്കെ തുടങ്ങിയതോട് കൂടിയിട്ട് അവർക്ക് അവിടെ തന്നെ താമസവും തുടങ്ങേണ്ടതായിട്ട് വന്നു. കാരണം അല്ലെങ്കിൽ കൃഷി അവിടെ ഇട്ട് പോയി കഴിഞ്ഞാൽ അതൊക്കെ നശിച്ചു പോകും. അങ്ങനെ അവിടെ ഒരു സെറ്റിൽമെൻറ്റും കൂടെ അവരെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അഗ്രികൾച്ചറിൻ്റെ ബിഗിനിങ് എന്ന് പറയുന്നത്. ഇനി ഇതിലെ ബി ചോദ്യം, വാട്ട് വേർ ദ മെയിൻ ക്രോപ്സ് ഗ്രോയിങ് ഇൻ ദ ഏർലി ഡേയ്സ്. അവർ ആദ്യകാലങ്ങളിൽ എന്തൊക്കെയായിരുന്നു അവർ കൃഷി ചെയ്തിരുന്നത്? എന്തൊക്കെയായിരുന്നു മെയിനായിട്ട് അവർ കൃഷി ചെയ്തിരുന്നത്? വീറ്റ്, ബാർലി, മില്ലറ്റ്, ട്യൂബേഴ്സ്, ഇതൊക്കെയായിരുന്നു പ്രധാനമായിട്ടും അന്ന് അവർ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി ഇതിൽ ആക്ടിവിറ്റി നമ്പർ 4 നോക്കൂ. പീപ്പിൾ അറൗണ്ട് അസ് ഏൺ ഇൻകം ത്രൂ ഡിഫറെൻറ്റ് സോഴ്സസ്. നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ ഒരുപാട് ഡിഫറെൻറ്റ് സോഴ്സിൽ നിന്നാണ് ഇൻകം ഉണ്ടാക്കുന്നത്, വരുമാനം ഉണ്ടാക്കുന്നത്. ചോദ്യം, വാട്ട് ഈസ് ഇൻകം? എന്താണ് ഇൻകം എന്ന് പറയുന്നത്? ഇൻകം എന്ന് പറഞ്ഞാൽ ഇൻകം ഈസ് ദ മണി റിസീവ്ഡ് ബൈ എ പേഴ്സൺ ഓവർ എ പീരീഡ് ഓഫ് ടൈം ആസ് എ റിസൾട്ട് ഓഫ് ഇൻവോൾവിങ് ഇൻ വേരിയസ് എക്കണോമിക് ആക്ടിവിറ്റീസ്. അഥവാ ഒരുപാട് എക്കണോമിക് ആക്ടിവിറ്റീസിലൂടെ ഒരു പീരീഡിൽ, ഒരു നിശ്ചിത പീരീഡിൽ ഒരാൾക്ക് കിട്ടുന്ന മണിയെയാണ് നമ്മൾ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇതിൽ ബി, കംപ്ലീറ്റ് ദ ഗിവൻ ടേബിൾ. താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യണം. സോഴ്സസ് ഓഫ് ഇൻകം. ഓക്കെ, ഒന്നാമത്തത് അഗ്രികൾച്ചറാണ്. അഗ്രികൾച്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് ഏതാണ്? ആ ഇൻകം ക്രോപ്പാണ് അല്ലേ. അപ്പോൾ അവിടെ ക്രോപ്പ് എന്ന് എഴുതി കൊടുക്കുക. ബിസിനസ്സുമായിട്ട് കിട്ടുന്ന ഇൻകത്തിനെ നമ്മൾ പ്രോഫിറ്റ് എന്നാണ് പറയുക, പ്രോഫിറ്റ് എന്ന് പറയും. ഇനി റെൻറ്റും ലീസും അതിൽ നിന്ന് കിട്ടുക, അത് ഏതാണ്? അത് കിട്ടുന്ന ഇൻകം എവിടെ നിന്നാണ്? നമ്മൾ അസറ്റിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ അവിടെ അസറ്റ്സ് എന്ന് എഴുതി കൊടുക്കുക. ഇൻട്രസ്റ്റ് കിട്ടുന്നത് ബാങ്ക് ഡെപ്പോസിറ്റിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ അഗ്രികൾച്ചറിൻ്റെ നേരെ ക്രോപ്പ്, ബിസിനസ്സിൻ്റെ നേരെ എഴുതേണ്ടത് പ്രോഫിറ്റ്, റെൻറ്റ് ലീസിൻ്റെ നേരെ എഴുതേണ്ടത് അസറ്റ്സ്, ഇൻട്രസ്റ്റിൻ്റെ നേരെ എഴുതേണ്ടത് ബാങ്ക് ഡെപ്പോസിറ്റ്. ഓക്കെ, ഇനി ഇതിൽ 5ാമത്തെ ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. ദ ഫുഡ് ദാറ്റ് ഈസ് നെസസറി ടു മെയിൻറ്റെയിൻ ഹെൽത്ത് ഈസ് ദ റൈറ്റ് ഓഫ് എവറി ഹ്യൂമൻ ബീങ്. എന്താണ്? എല്ലാ മനുഷ്യനും അവരുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നന്നായിട്ട് ഫുഡ് ആവശ്യമാണ് അല്ലേ. ഫുഡ് എന്ന് പറയുന്നത് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു പാർട്ടാണെന്ന് നമുക്ക് അറിയാം. ഇനി ഇതിലെ ചോദ്യം, ലിസ്റ്റ് ഔട്ട് ദ മെയിൻ കോസ് ഓഫ് പ്രോപ്പർട്ടി ആൻഡ് സ്റ്റാർവേഷൻ. എന്താണ് പോവർട്ടിക്കും സ്റ്റാർവേഷനും കാരണമായിട്ടുള്ള മെയിൻ കോസ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്ത് കാരണം കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇത്രയധികം ദാരിദ്ര്യമൊക്കെ ഉണ്ടാവുന്നത്? ഒന്ന് വാറ്, യുദ്ധങ്ങൾ, അൺഎംപ്ലോയ്മെൻറ്റ്, ജോലിയില്ലാത്ത അവസ്ഥ, ക്ലൈമറ്റിക് ചേഞ്ചസ് ആൻഡ് ഇനീക്വാലിറ്റി ഇൻ വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ ആർ മേജർ കോസ് ഓഫ് പോവർട്ടി. എന്താണ് ഈ ഒരു വാറുണ്ടാവുന്നതും അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ടാവുന്നതും കാലാവസ്ഥയിലുള്ള മാറ്റങ്ങളും അതുപോലെ തന്നെ എല്ലാവർക്കും ഒരേപോലെ ഇനീക്വാലിറ്റി ഇല്ലാത്ത വെൽത്തിൽ ഇനീക്വാലിറ്റി ഇല്ലാത്തൊരവസ്ഥയുമാണ് പ്രധാനമായിട്ടും പോവർട്ടി ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത്. ബി ചോദ്യം, മെൻഷൻ എ പ്രോജക്റ്റ് ലോഞ്ച്ഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് കേരള ഫോർ പോവർട്ടി അലിവിയേഷൻ. പോവർട്ടി അലിവിയേഷന് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ് ലോഞ്ച് ചെയ്തിട്ടുള്ള ആ ഒരു പ്രൊജക്റ്റിനെ പറയുന്നത് എന്താണ്? ആ പ്രൊജക്റ്റാണ് നമ്മൾ കുടുംബശ്രീ എന്ന് പറയുന്നത്. ഓക്കെ, കുടുംബശ്രീ മിഷൻ എന്ന് പറയുന്നത്.
ഇനി ഇതിൽ സി ചോദ്യം, നെയിം ദ സോഷ്യൽ റിഫോമർ ഹു ഓർഗനൈസ്ഡ് മിശ്രഭോജനം അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ റിലേറ്റഡ് ടു ഫുഡ്. ഫുഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മിശ്രഭോജനം എന്ന ഡിസ്ക്രിമിനേഷന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത് ആരാണ്? ആ സോഷ്യൽ റിഫോമറുടെ പേരെന്തായിരുന്നു? ആരാണ്? സഹോദരൻ അയ്യപ്പൻ ആയിരുന്നു. അപ്പോൾ അവിടെ സഹോദരൻ അയ്യപ്പൻ എന്ന് എഴുതി കൊടുക്കാം. ഇനി ആറാമത്തെ ആക്ടിവിറ്റി ആണ്, ആക്ടിവിറ്റി നമ്പർ 6 ആണ്. The progress in science had led to the invention of machines in the field of cloth manufacturing. എന്താണ് ക്ലോത്ത് മാനുഫാക്ചറിലെ ഏറ്റവും വലിയ ഇൻവെൻഷൻ എന്ന് പറയുന്നത് സയൻസിലുണ്ടായിരുന്ന പുരോഗതിയായിരുന്നു. Pointed the changes brought by the use of machinery in the manufacture of cloth. ഡ്രസ്സിൻ്റെ ഉൽപ്പാദനത്തിൽ ഏറ്റവും യൂസ് എന്ന് പറയുന്നത് മെഷീനറി തന്നെയായിരുന്നു. അതിൻ്റെ ചേഞ്ചസുകൾ എന്തൊക്കെയാണെന്ന് പോയിന്റ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ചെറിയ പാരഗ്രാഫ് പോലെ എഴുതണം എന്നാണ് അർത്ഥം. Okay, in the early days, clothes were made by hands using yarns from cotton and jute. കോട്ടനും ജൂട്ടും ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ യാൺസ് ഉപയോഗിച്ചുകൊണ്ട് കൈകൊണ്ട് തുന്നുന്ന രീതിയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. They realized that clothes woven from yarns were better than animal skin. അപ്പോൾ അവർക്ക് മനസ്സിലായി എനിമൽ സ്കിന്നിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് ഇത്തരത്തിലുള്ള യാണ് കൊണ്ട് നെയ്യുന്നതാണെന്ന് അവർക്ക് മനസ്സിലായി. This led to the spread of woven cloths and method of making cloth using wooden looms വാസ് ഡെവലപ്ഡ് ലേറ്റർ. അതിനുശേഷമാണ് ഈ വുഡൻ ലൂംസ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഒന്നും കൂടെ ഈസി ആക്കി. ദിസ് ഹാഡ് ടു ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് വീവിങ്. ഇത് എന്ത് ചെയ്തു? ആ നെയ്ത്തിനെ ഒന്നും കൂടെ സ്പീഡ് ആക്കുകയാണ് ചെയ്തത്. ദ ഇൻവെൻഷൻ ഓഫ് ഹാൻഡ്ലൂം വാസ് എ ബ്രേക്ക് ത്രൂ ഇൻ ദ ഫീൽഡ് ഓഫ് ക്ലോത്ത് മാനുഫാക്ചറിങ്. അതിനുശേഷമാണ് അവിടെ എന്ത് ചെയ്ത് ഹാൻഡ്ലൂം ഇൻവെൻറ്റ് ചെയ്തത്. ഇത് അതിനെ തന്നെ അതുവരെ ഉണ്ടായിരുന്ന ആ വുഡൻ ലൂമിനെയൊക്കെ ബ്രേക്ക് ചെയ്യുകയാണ് ചെയ്തത്. ക്ലോത്ത്സ് വെർ കളേർഡ് വിത്ത് എ ഡൈ മെയ്ഡ് ഫ്രം ഇൻഡിക്കോ പ്ലാന്റ്. ഇൻഡിക്കോ പ്ലാന്റിൽ നിന്നും കളർ ചെയ്തിട്ടുള്ള ഡേ വഴിയായിരുന്നു അന്നൊക്കെ ക്ലോത്ത്സിൽ കളറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ദ ടെക്നിക് ഓഫ് വീവിങ് ബിക്കെയിം മോർ പോപ്പുലർ ഓവർ ദ ഇയേഴ്സ്. അങ്ങനെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ആ ഒരു ടെക്നിക്കൊക്കെ ഒരുപാട് ഡെവലപ്പ് ആവുകയാണ് ചെയ്യുന്നത്. ദ ഹാൻഡ്ലൂം വാസ് ലേറ്റർ റിപ്ലേസ്ഡ് ബൈ ദ പവർ ലൂം ആൻഡ് ആർട്ടിഫിഷ്യൽ ഡേയ്സ് ബിഗൻ ടു യൂസ് ടു കളർ ക്ലോത്ത്സ്. അതിനുശേഷം എന്ത് ചെയ്തു? ഈ ഹാൻഡ്ലൂമിന് പകരമായിട്ട് പവർ ലൂം വന്നു. അതുപോലെ തന്നെ ഈ നാച്ചുറൽ ആയിട്ടുള്ള ഡേയ്സിന് കളർ കൊടുക്കുന്നതിന് പകരം ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളേഴ്സൊക്കെ വന്നു. ദ ഇൻവെൻഷൻ ഓഫ് ഹാൻഡ്ലൂം വാസ് ദ വെരി ഇൻക്രീസിങ് ദ ക്ലോത്ത് മാനുഫാക്ചറിങ്. അങ്ങനെയായിരുന്നു ക്ലോത്ത് മാനുഫാക്ചറിൽ ഏറ്റവും കൂടുതൽ ഡെവലപ്മെൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി ഇതിലെ ബി ചോദ്യം നോക്കാം. The invention of which machine led to the progress of cloth manufacturing? ക്ലോത്ത് മാനുഫാക്ചറിൽ ഏറ്റവും കൂടുതൽ പ്രോഗ്രസ് നടത്തിയ ഏത് മെഷീനായിരുന്നു? ദ ഇൻവെൻഷൻ ഓഫ് ഹാൻഡ്ലൂം. ഒന്ന് ഇൻവെൻഷൻ ഓഫ് ഹാൻഡ്ലൂമും അതുപോലെ തന്നെ ദ ഇൻവെൻഷൻ ഓഫ് സ്പിന്നിങ് ജെന്നി എന്നുള്ളതും. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളതായിരുന്നു. ഇനി 7th ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. എംപ്ലോയ്മെൻറ്റ് ഈസ് എ വർക്ക് ഡൺ ബൈ എ പേഴ്സൺ ഫിസിക്കലി ഓർ ഇൻ്റലക്ച്വലി ഫോർ ഇൻകം. ഒരു എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് ഫിസിക്കലായിട്ടോ ഇൻ്റലക്ച്വലായിട്ടോ ഒരു പേഴ്സൻ്റെ വർക്കിനെയാണ് നമ്മൾ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്, അല്ലേ? ചോദ്യം, ഡിഫൈൻ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ് ആൻഡ് നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്. ഇവിടെ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റും നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റും എന്താണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ് ഈസ് ദ വർക്ക് ഡൺ യൂസിങ് ദ നാച്ചുറൽ റിസോഴ്സസ്. നാച്ചുറൽ റിസോഴ്സ് കൊണ്ട് യൂസ് ചെയ്തിട്ടുള്ള എംപ്ലോയ്മെൻറ്റിനെയാണ് നമ്മൾ അഗ്രികൾച്ചർ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓൾ കൈൻഡ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ദാറ്റ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ അഗ്രികൾച്ചർ എംപ്ലോയ്മെൻറ്റ്. എല്ലാ എംപ്ലോയ്മെൻറ്റും അഗ്രികൾച്ചർ എംപ്ലോയ്മെൻറ്റ് ആണോ? അല്ല. ക്യാൻ ബി കൺസിഡർഡ് ആസ് നോൺ അഗ്രികൾച്ചർ എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ അത്തരത്തിലല്ലാത്തതിനെ നമ്മൾ നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നു. ഓക്കെ, ഇതിൽ ബി ചോദ്യം, റൈറ്റ് എനി 2 എക്സാമ്പിൾസ് ഓഫ് നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്. നോൺ അഗ്രികൾച്ചർ എംപ്ലോയ്മെൻറ്റിന് 2 എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ബിസിനസ്, ബാങ്കിങ് എന്നൊക്കെ എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ഇതിലെ സി ചോദ്യം, വിച്ച് സ്കീം ഈസ് ബീങ് ഇംപ്ലിമെൻറ്റഡ് ബൈ ഗവൺമെൻറ് ഓഫ് പ്രൊമോട്ട് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഫോർ പീപ്പിൾ ഹു ഡിസബിലിറ്റീസ് ആയിട്ടുള്ള ആളുകൾക്ക് അവരെ എംപ്ലോയ്മെൻറ്റിലേക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് കൊണ്ടുവന്ന ഏത് സ്കീമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ തന്നിട്ടുണ്ട് നവജീവൻ, കൈവല്യ, ശരണ്യ. ആൻസർ എന്ന് പറയുന്നത് കൈവല്യാണ്. ഓക്കെ, കൈവല്യ. ആക്ടിവിറ്റി നമ്പർ 8, ദ എക്സ്ചേഞ്ച് ഓഫ് ഫുഡ് ഐറ്റം വാസ് നോട്ട് എ കൺഫൈൻഡ് ടു എനി പെർട്ടിക്കുലർ റീജിയൻ. ഒരു പെർട്ടിക്കുലർ റീജിയനിൽ ഫുഡ് ഐറ്റംസ് മാത്രമായിരുന്നില്ല എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ദ എക്സ്പാൻഷൻ ഓഫ് ട്രേഡ് ലെഡ് ടു എക്സ്ചേഞ്ച് ഓഫ് ഫുഡ് ഐറ്റംസ് ബിറ്റ്വീൻ ഡിസ്റ്റൻറ്റ് ലാൻഡ്? എങ്ങനെയായിരുന്നു ഡിസ്റ്റൻറ്റ് ലാൻഡിൽ ഒരു ഫുഡ് ഐറ്റംസ് അതിൻ്റെ ആ ഒരു എക്സ്ചേഞ്ച് എങ്ങനെയായിരുന്നു എന്നാണ്, അത് എങ്ങനെയാണെന്ന് എക്സ്പാൻഡ് ചെയ്തത് എന്നൊക്കെ നമ്മൾ പറയണം. 3 മാർക്കിനാണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം എഴുതാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ എഴുതാം?
The exchange of food items was not confined to any particular region. This exchange spread across the land. The exchange of food items is going on. In addition to trade, people travel to different parts of the world for employment, education, leisure, etc. for making this exchange more widespread. It was the expansion of trade that led to the exchange of food items between distant land. എന്താണ് ഒരിക്കലും നമ്മുടെ ഒരു ഫുഡ് ഐറ്റംസിൻ്റെ അല്ലെങ്കിൽ എന്തിൻ്റെ ട്രേഡ് ആയിക്കോട്ടെ ഒരു സ്ഥലത്ത് മാത്രം നമുക്ക് ഒതുക്കി നിർത്താൻ വേണ്ടി പറ്റില്ല. കാരണം ആളുകൾ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടും എംപ്ലോയ്മെൻറ്റിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ലെയ്ഷർ വെറുതെ ഒഴിവ് സമയം ചിലവഴിക്കാനൊക്കെ വേണ്ടിയിട്ട് ലോകത്തിൻ്റെ അക്രോസ് എല്ലാ ഭാഗങ്ങളിലേക്കും പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൾച്ചറും ഫുഡും എല്ലാ ഐറ്റംസും ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇനി ഇതിൽ ബി ചോദ്യം, വാട്ട് ആർ ദ ഫുഡ് ഐറ്റംസ് ദാറ്റ് ബിക്കം പോപ്പുലർ ഇൻ ഇന്ത്യ ത്രൂ എക്സ്ചേഞ്ച് ഓഫ് ഫുഡ് ഐറ്റംസ്? എന്താണ് ഇന്ത്യയിലെ പോപ്പുലർ ആയിട്ടുള്ള ഒരുപാട് ഫുഡ് ഐറ്റം മറ്റുള്ളിടത്തു നിന്നും എക്സ്ചേഞ്ച് ആയിട്ട് വന്നിട്ടുള്ളതാണ്. അത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഹലീം, കബാബ്, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഫെമിലിയർ ആയിട്ടുള്ളതാണ്. ഇത് വന്നിട്ടുള്ളത് ഫ്രം പേർഷ്യയിൽ നിന്നിട്ടാണ് വന്നിട്ടുള്ളത്. ദെൻ കട്ട്ലേറ്റ്, പാൻകേക്ക്, ഇതൊക്കെ വന്നിട്ടുള്ളത് ഫ്രം യൂറോപ്പിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. നമ്മളെല്ലാ ആൻസേഴ്സും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കി എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യാൻ മറന്നു പോകരുത്. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.